ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകരുതെന്നുള്ള ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരുടെയും വേദന പങ്കിട്ടപ്പോൾ അതുതന്നെയാണ് നാളുകളിൽ ആവശ്യം എന്നുള്ളതാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയാണ്. അങ്ങനെയുള്ള പ്രദേശത്ത് ധാരാളം ജനവാസ കേന്ദ്രങ്ങളുണ്ട്. ആ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ തുരത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇനിയും നമുക്ക് സജ്ജമാകേണ്ടതുണ്ട്. അതിനുള്ള നടപടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും അവരുടെ വിഷമത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ജില്ലയിലെ അതിരൂക്ഷമായ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നാൽ എല്ലാ ഇടങ്ങളിലും ഒരുപോലെ അത് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ വിഷയവും ഇതിന്റെ ഗൗരവമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. എവിടെയാണ് രൂക്ഷമായ പ്രശ്നമെന്ന് കണ്ട് ഫോറസ്റ്റുമായി സഹകരിച്ച് എൻ്റെ MLA ആഫ്റ്റ് വികസന ഫണ്ടിൽ നിന്നും ഞാൻ തുക നൽകാൻ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. MLA മാരും MP മാരും അതോടൊപ്പം ഗവൺമെന്റും ഫോറസ്റ്റും എല്ലാം ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ നമുക്ക് അത്തരത്തിലുള്ള സുരക്ഷിതമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അനിവാര്യം. ഈ ഒരു പ്രദേശത്തെ ഈ വിഷയത്തിന്റെ രൂക്ഷതയും ഇവിടെ അത്തരം കാര്യങ്ങൾ ഗൗരവപൂർവമായി നടന്നിട്ടില്ല എന്നുള്ള ബോധ്യവും കാണുന്നുണ്ട്. അത് പരിഹരിക്കേണ്ടതും ആവശ്യമാണ്. സാധ്യമെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രത്യേകമായി കണ്ടുകൊണ്ട് തന്നെ ഈ ജീവൻ പൊലിഞ്ഞതിനുള്ള ദുഃഖം ഈ നാട്ടുകാരുടെ ഇതിലുള്ള എല്ലാവരുടെയും വിഷമമാണ്, സഹിക്കാനാകാവുന്നതല്ല എന്ന ബോധ്യം എൻ്റെ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് ഇടുക്കി പാക്കേജിൽ നിന്നാണെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വേലികൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും. അതോടൊപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാര്യക്ഷമമായി ഇടപെടാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവപൂർവ്വമായി കാണും. ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടും ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അവരുടെ ദുഃഖവും വേദനയും എന്നോടും ഷെയർ ചെയ്യുകയുണ്ടായി. ഇക്കാര്യങ്ങളിലെല്ലാം ഈ ജനങ്ങളോടൊപ്പം ഇതിനൊന്നും കക്ഷിയോ രാഷ്ട്രീയ ജാതിയോ മതമോ ഒന്നുമില്ല. നമ്മുടെ നാടിന്റെ പൊതുവായ ഒരു വിഷയമാണ്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത്തരം ദുഃഖകരമായ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലം ചെറുതായി കാണാനും കഴിയുന്നതല്ല. അതുകൊണ്ട് കേരള സംസ്ഥാനത്തൊട്ടാകെ തന്നെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാൻ ഉതകുന്ന മാർഗങ്ങൾ രൂപപ്പെടുത്തണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്. ഈ ആനകൾ ഈ തീറ്റ തേടിയാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പറയുന്നത്. ഈ മൂന്നാറിൽ ഉൾപ്പെടെ വലിയ പ്രശ്നമുണ്ടായ സമയത്ത് ചേർന്ന യോഗത്തിൽ പറഞ്ഞിരുന്ന ആനകൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടുണ്ടാകുന്ന പറഞ്ഞിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 1 വർഷമായി, പക്ഷേ യാതൊരു നടപടി അങ്ങനെ ഓരോ പ്രദേശത്ത് നമ്മളിത് മാറി മാറി കാണുക. നമുക്കിപ്പോൾ ഉദാഹരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു. നമ്മുടെ ഇടുക്കിയിൽ നിന്ന് അശോകയിൽ നിന്ന് ഇടുക്കിയിലേക്ക് പോണ വഴിക്ക് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആന കുറവായിരുന്നു. എന്നാൽ സമീപകാലത്ത് വീണ്ടും ആന അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര തന്നെയല്ല. നമുക്കിതിന്റെ പുറം കവചം ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ കൃത്യതയോടു കൂടിയുള്ള കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഭക്ഷണത്തിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് കുറെ കൂടി ഗൗരവമേറി ചെയ്ത് ഫോറസ്റ്റിനകത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആ നടപടി ശാക്തീകരിക്കേണ്ടതുമാണ്. ഈ പ്രദേശത്ത് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിന് മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നില്ലെന്ന് പറയുന്നത് അത് കാര്യക്ഷമമല്ല എന്ന് പറയുന്നത്. പ്രാഥമികമായിട്ട് നടപടിക്കുന്ന അപ്പുറം പ്രയോജനമില്ലെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഈ വനമേഖലയിൽ നടക്കുന്ന വനത്തിനുള്ളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത് ഒരു നിർബന്ധമാക്കുന്ന തലത്തിലേക്ക് സർക്കാർ നീങ്ങും. അതൊക്കെ നമുക്ക് പ്രായോഗികമായി ചിന്തിക്കാം. അതിനെക്കുറിച്ച് എല്ലാ വിശദാംശങ്ങളും നമുക്ക് ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയുമായിട്ടും കൂടി ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. എങ്കിലും ഇവിടെ അത്തരം നമുക്കത് അങ്ങനെയുള്ള ടീമുകളെ നമ്മൾ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിയോഗിക്കാറുണ്ട്. അങ്ങനെ മൂന്നാറിലുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ മറയൂരും നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം നോക്കി. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ കണ്ടതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് ഏത് വിധത്തിലാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ തടയാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ആവശ്യം. ഇത് മാറിയും തിരിഞ്ഞ് ഇങ്ങനെ ഓരോ പ്രദേശത്തേക്കും തിരിഞ്ഞു വരുന്നൊരു സ്ഥിതിയാണല്ലോ ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു
പ്രാഥമികമായ നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പെട്ടെന്ന് ചെയ്യുക. ഈ പ്രദേശത്ത് 3 ആനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് കണ്ടെത്തൽ. അപ്പോൾ സ്വാഭാവിക അറാട്ടിന്റെയും ഇവിടെ സ്ഥിരമായി അല്ല, അതെ. അപ്പൊ അതിന് നമുക്ക് ആലോചിക്കാം. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റായിട്ട് ആലോചിക്കാം. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ അവരതിനകത്ത് പൂർണ്ണമായിട്ടും നോക്കുകയും ആനയെ തുരുത്തുകയും ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനുള്ള ക്രമീകരണം ഇവിടെ ആവശ്യമായിട്ട് വരും.